ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നീർദോശയാണ്. അപ്പോൾ വളരെ മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ്. ഈ നീർദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് അരി രാത്രി, അതായത് പച്ചരി രാത്രി മുഴുവനും സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്താൽ മതി. അപ്പോൾ ഒരു 7 hours എങ്കിലും ഇത് സോക്കാവണം. ഈ സോക്കായ അരിയും അതേപോലെ തന്നെ അതിലേക്ക് 1 കപ്പ് തേങ്ങയും ചേർത്ത് മിക്സിയിൽ നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഭയങ്കര സ്മൂത്തായിട്ടുള്ള മാവായിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിന് നമുക്ക് 1 ഗ്ലാസ് വെള്ളം, മിക്കവാറും കുറച്ച് അധികം വെള്ളം വേണ്ടി വരും. ഇത് വളരെ ലൂസായിട്ടുള്ള മാവാണ്. അപ്പോൾ നമുക്കിത് 2 പാർട്ടായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് അരച്ചെടുക്കാം. നമുക്ക് ഒരു പാർട്ടിൽ തേങ്ങ ചേർക്കണ്ട, അടുത്ത പാർട്ടിൽ നമുക്ക് തേങ്ങ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഇത് മാവ് നന്നായിട്ട് ഗ്രൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി അടുത്തതായി ബാക്കി വരുന്ന അരി കൂടി നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി അരച്ച് വെച്ചിരിക്കുന്ന മാവ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇപ്പം നല്ല സ്മൂത്തായിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും തിക്നെസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ മാവ് കൂടി ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നീർദോശയ്ക്കുള്ള ബാറ്റർ റെഡിയായി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇത് മറച്ചിടേണ്ട ആവശ്യമില്ല, ഇത് അങ്ങനെ തന്നെ നമുക്ക്